ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ തൃക്കാർത്തികയ്ക്ക് ചുറ്റുവിളക്ക് ഉണ്ട്. അപ്പോൾ അത് തൊഴാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇന്ന് ബാലഗോകുലത്തിൻ്റെ വക അയ്യപ്പ ക്ഷേത്രത്തിലാണ് കേട്ടോ ചുറ്റുവിളക്ക് നടക്കുന്നത്. അപ്പോൾ അത് തൊഴും വേണം. അവിടെ തന്നെയാണ് കാർത്തിക ദീപങ്ങളൊക്കെ തെളിയിച്ച് ബാലഗോകുലത്തിൻ്റെ ചുറ്റുവിളക്ക് നന്നായി ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ദീപാരാധന തൊഴാനാവുമ്പോഴേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. 15 മിനിറ്റ് മതി കേട്ടോ അമ്പലത്തിലെത്താൻ. നമ്മൾ വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് എത്തും. അഖണ്ഡനാമം നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്പലത്തിൽ തന്നെയാണ് ഇപ്പോൾ ബാലഗോകുലത്തിൻ്റെ ഈ ചുറ്റുവിളക്കും കാർത്തിക ദീപവും നടക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തുനിന്നെടുത്ത വീഡിയോ കേട്ടോ. കുറച്ച് ലൈറ്റ് കുറവുണ്ട്. ഇതേ വീട്ടിലെ ദീപം വയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. കാർത്തിക വിളക്കൊക്കെ തെളിയിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള ദീപങ്ങളൊക്കെ തെളിയിച്ച് കഴിഞ്ഞു. ദീപാരാധന തൊഴാനാകുമ്പോഴേക്കും അമ്പലത്തിൽ എത്തണം എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് സന്ധ്യയാകുമ്പോഴേക്ക് തന്നെ വിളക്കുകളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ചെരാതിലും പിന്നെ വാഴപ്പിണ്ടിയിലൊക്കെ ആയിട്ട് ഒരുപാട് ദീപങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഇന്ന് ദേവിക്കും പ്രധാനപ്പെട്ട ദിവസമാണല്ലോ. തൃക്കാർത്തിക ദേവിയുടെ ഒരു ഉത്സവത്തിൻ്റെ ദിവസമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പസ്വാമിയാണ്. അതിന് പുറമെ ശിവനും വേട്ടയ്ക്കൊരു മകനും ഭഗവതിയും എല്ലാവരും കുടികൊള്ളുന്നുണ്ട്. ഇന്ന് അതിവിപുലമായിട്ട് തന്നെ ബാലഗോകുലത്തിൻ്റെ ചുറ്റുവിളക്കിനോടൊപ്പം തൃക്കാർത്തിക ഉത്സവവും കൂടി ആഘോഷിക്കുന്നുണ്ട്. ഈ ആഘോഷം ബാലഗോകുല കമ്മിറ്റിയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിവിപുലമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഭക്തർക്ക് ദീപം തെളിയിക്കാനുള്ള അവസരമുണ്ട്. ചെരാതിലോ പിന്നെ വാഴപ്പിണ്ടിയിൽ വെച്ചിട്ടുള്ള ആ ചെരാതിലൊക്കെ ദീപം നമുക്ക് തെളിയിക്കാൻ പറ്റും. പിന്നെ അമ്പലത്തിന് ചുറ്റുമുള്ള വിളക്കുകളിലൊക്കെ നമുക്ക് ദീപം തെളിയിക്കാം. അപ്പോൾ ഇതൊക്കെ ഇന്ന് അതിവിപുലമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിമനോഹരമായിട്ട് തന്നെ ദീപങ്ങളൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭക്തിയോടൊപ്പം നമുക്ക് മനസ്സിനും കണ്ണിനും ഒക്കെ ആനന്ദവും കുളിർമയൊക്കെ പകരുന്ന തരത്തിലാണ് ഇവിടെ അലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അമ്പലം കുരുത്തോല കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ പറ്റുന്നിടത്തെല്ലാം ചെരാതിൽ ദീപം വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ചുറ്റും ദീപങ്ങളെ കൊണ്ട് അലങ്കാരം നടത്തിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിമനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഭജനയും നടക്കുന്നുണ്ട്. മണ്ഡലകാലമായതുകൊണ്ട് ദിവസവും ഭജന ഉണ്ട്. 41 ദിവസവും ചുറ്റുവിളക്കും ഭജനയും ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകതയുള്ള ദിവസമാണ്. നല്ല ഭക്തജന തിരക്ക് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാവരും നാമം ചെല്ലുന്നിടത്തും ഭജന ചെല്ലുന്നിടത്തൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ദീപാരാധന തൊഴുതു. അതിനുശേഷം പുറത്ത് ഉപദൈവങ്ങളെയൊക്കെ തൊഴുതു. അതിനുശേഷം ഭജന ചെല്ലുന്നിടത്ത് കുറച്ച് സമയം ഇരുന്നു ഭജനയിൽ പങ്കെടുത്തു. അമ്പലത്തിൽ പോകുന്നത് എനിക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യമാണ്. എൻ്റെ മനസ്സിനും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് പ്രാർത്ഥന വേണമെന്ന് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. കുട്ടിക്കാലം മുതലേ അമ്പലവും അങ്ങനെയുള്ള ജീവിതമൊക്കെ ശീലിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ഇതിനോടൊരു അമ്പലത്തിൽ പോകുന്നതിനോടും പ്രാർത്ഥിക്കുന്നതിനോടും അതിലെ അമ്പലത്തിലെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതിനോടും ഭയങ്കരമായൊരു സംതൃപ്തി നൽകുന്ന കാര്യമായിട്ട് തോന്നാറുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം തന്നെയാണ് കേട്ടോ ഏത് കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ പ്രാർത്ഥനയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മറ്റേത് കാര്യത്തിലാണ് ഏർപ്പെടുന്നത് വെച്ചാലും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാവണം. എനിക്ക് ആശ്വാസവും സമാധാനവും ഒക്കെ എപ്പോഴും ഈ അമ്പലത്തിൽ പോക്കും പ്രാർത്ഥനയിലൂടെയൊക്കെ തോന്നാറുണ്ട്. അപ്പം ഞാൻ അമ്പലത്തിൽ എന്ത് വിശേഷ ദിവസങ്ങളിലായാലും എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പരമാവധി അത്തരം ചടങ്ങുകളിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അതെൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. നമ്മളെന്താണോ ശീലിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ. കുട്ടിക്കാലം മുതലേ അമ്പലത്തിൽ പോയി ശീലിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം.
പക്ഷേ എനിക്കെപ്പോഴും ഇതൊരു പോസിറ്റീവായിട്ടും തോന്നാറുണ്ട്. പ്രാർത്ഥിക്കുന്നതും അമ്പലത്തിൽ പോയി തൊഴുന്നതും ഒക്കെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ എത്ര മാനസികമായിട്ട് വിഷമിക്കുകയാണെങ്കിലും അല്പസമയം കണ്ണടച്ചിരുന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇതുപോലെയൊന്നും ആയിരിക്കില്ല. ഓരോരുത്തർക്കും ഓരോരോ നിലപാടുകളും ഓരോരോ അവസ്ഥകളൊക്കെയാണ്. പക്ഷേ എപ്പോഴും പ്രാർത്ഥനയും ഭക്തിയൊക്കെ നമുക്ക് നല്ലത് മാത്രമേ വരുത്തൂ എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിലുള്ള കുറേ അഹങ്കാരങ്ങളും അല്ലെങ്കിൽ നമ്മൾ മോശമായി ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കാനൊക്കെ നമുക്ക് സാധിക്കും. പരമാവധി നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉൾപ്രേരണ നമ്മുടെ ഉള്ളിൽ നിന്നും വരും. തെറ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വേദിക്കുട്ടീൻ്റെ ഡാൻസൊക്കെ ഞാനൊന്ന് വീഡിയോ പകർത്തിയതാട്ടോ. അപ്പോൾ എല്ലാവരും പ്രസാദത്തിന് പോയി വരി നിന്നപ്പോൾ നമ്മുടെ വേദിക്കുട്ടി നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട്. അവൾ ഭയങ്കര ഡാൻസിൻ്റെയും പാട്ടിൻ്റെയൊക്കെ ആളാണ്. ഏത് പാട്ടും 1-2 പ്രാവശ്യമൊക്കെ കേട്ടാൽ മതി, അവൾ അതുപോലെ കൃത്യമായിട്ട് പാടാൻ നോക്കാറുണ്ട്. അപ്പോൾ അവൾ ഒന്ന് ഫ്രീ ആയിട്ട് എല്ലാവരും പ്രസാദം വാങ്ങിക്കാൻ പോയപ്പോൾ അത്രയും സ്പേസൊക്കെ ഒഴിഞ്ഞു കിട്ടിയപ്പോൾ അവൾ അമ്പലത്തിൻ്റെ നടയിലൂടെ ഓടി കളിക്കുകയാണ്. നമ്മുടെ കുഞ്ഞു ഭഗവതി കുട്ടിയായിട്ട് ഓടി കളിക്കുകയാണ് അവൾ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ എൻ്റെ ബാക്കിലൊക്കെ നിൽക്കുന്നത്. പൂജയെല്ലാം കഴിഞ്ഞിട്ട് നട അടച്ചിട്ടുണ്ട്. അപ്പോൾ പായസ നിവേദ്യമുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരി നിൽക്കുകയാണ്. ഇന്ന് ബാലഗോകുലത്തിൻ്റെ ചുറ്റുവിളക്കായതുകൊണ്ട് പാൽപ്പായസമാണ്. സാധാരണ ദിവസങ്ങളിൽ ശർക്കര പായസമാണ് ഉണ്ടാവാറുള്ളത്. ചില ദിവസം കഠിന പായസം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്ന് പാൽപ്പായസമാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് എല്ലാവർക്കും തന്നിട്ടുണ്ട്. എല്ലാവരും പായസം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചുറ്റുവിളക്കിൻ്റെ അവസാനം വെടിക്കെട്ടോട് കൂടിയിട്ടാണ് കേട്ടോ അത് അവസാനിച്ചത്. അപ്പോൾ ഞാൻ വെടിക്കെട്ട് കുറച്ച് പകർത്തിയതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ. അപ്പോൾ ഒരു 15 മിനിറ്റോളം വെടിക്കെട്ടുണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ ഇതൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് ബാലഗോകുലത്തിൻ്റെ വക ചുറ്റുവിളക്കായതുകൊണ്ടാണ് ഇത്രയും ആഘോഷങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാന ദിവസങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഭക്തജനത്തിരക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ മണ്ഡലകാലം അവസാനിക്കുന്നത് വരെ എല്ലാ ദിവസവും ചുറ്റുവിളക്ക് ഉണ്ടാവും. 41-ൻ്റെ അന്ന് ദേശവിളക്കോട് കൂടിയിട്ടാണ് ചുറ്റുവിളക്ക് സമാപിക്കാറുള്ളത്. ഓരോ ദിവസവും ഭക്തർ വഴിപാടായിട്ട് നടത്തുന്നത് തന്നെയാണ് ചുറ്റുവിളക്ക്. ഇടയ്ക്കൊക്കെ ചുറ്റുവിളക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോവാറുണ്ട്. അതും ദീപാരാധന സമയത്തേക്ക് തന്നെയാണ് കേട്ടോ പോവാറുള്ളത്. പിന്നെ അത് ചുറ്റുവിളക്കെല്ലാം സമാപിച്ച് അതിന് ശേഷം തന്നെയാണ് തിരിച്ചു പോരാറുള്ളത്. അങ്ങനെ വെടിക്കെട്ടോട് കൂടി നമ്മുടെ അമ്പലത്തിലെ ചുറ്റുവിളക്ക് സമാപിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.